നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ കറൻസി ആയിട്ടുള്ള അമേരിക്കൻ ഡോളറിനെ ബോംബുകളിൽ നിന്നോ മിസൈലുകളിൽ നിന്നോ അല്ലാതെ പണത്തിൽ നിന്ന് തന്നെ ഒരു ഭീഷണി ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിലുള്ള തങ്ങളുടെ $2 ട്രില്യൺ വരുന്ന നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ തുടങ്ങിയാലോ? ഇറാൻ യുദ്ധം ചെയ്യുന്നത് ടാങ്കുകളും ജെറ്റുകളും കൊണ്ടല്ല, മറിച്ച് പെട്രോ ഡോളർ എന്ന വ്യവസ്ഥയുടെ ഹൃദയത്തെ ആക്രമിച്ചുകൊണ്ടാണെങ്കിലോ? ഇന്നത്തെ വീഡിയോയിൽ ഇറാന് എങ്ങനെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ബലഹീനതയെ, അതായത് അവരുടെ സാമ്പത്തിക അടിത്തറയായിട്ടുള്ള ഡോളറിനെ തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഈ പെട്രോ ഡോളർ സിസ്റ്റം എന്നും അത് എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഇത്രയധികം അധികാരം നൽകിയതെന്നും ഇപ്പോൾ ഈ വ്യവസ്ഥിതി പതുക്കെ തകരുകയാണോ എന്നും നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് വിവരിക്കാം. 21-ാം നൂറ്റാണ്ടിൽ യുദ്ധം നടക്കുന്നത് ഉക്രൈനിലെ കിടങ്ങുകളിലോ ലബനാനിലെ കുന്നുകളിലോ മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യത്തിൻ്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. ഇന്നത്തെ യഥാർത്ഥ വാർ റൂം പലപ്പോഴും യുദ്ധക്കളത്തിലല്ല, അത് മാൻഹാട്ടനിലെ സെർവർ റൂമുകളിലും റിയാദിലെ സെൻട്രൽ ബാങ്കുകളിലും ആഗോള സാമ്പത്തിക വിപണികളിലെ ട്രേഡിംഗ് സ്ക്രീനുകളിലുമാണ്. നിലവിൽ നമ്മളൊരു തരം സിസർ ക്രൈസിസ് അഥവാ കത്രിക മുനയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കത്രികയ്ക്ക് രണ്ട് മൂർച്ചയുള്ള വശങ്ങളുണ്ട്. ഒരു വശത്ത് പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക സംഘർഷങ്ങൾ, മറുവശത്ത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ സംഭവിക്കുന്ന നിശബ്ദവും എന്നാൽ അപകടകരവുമായിട്ടുള്ള മാറ്റം, പ്രത്യേകിച്ച് എണ്ണ വ്യാപാരം നടക്കുന്ന രീതിയിലും ലോകമെമ്പാടുമുള്ള പണത്തിൻ്റെ ഒഴുക്കിനും വരുന്ന മാറ്റങ്ങൾ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പതുക്കെ ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ അഥവാ സോവറിൻ വെൽത്ത് ഫണ്ടുകൾ ഓരോന്നും ശതകോടിക്കണക്കിന് ഡോളറാണ് നിയന്ത്രിക്കുന്നത്. ഈ പണത്തിൻ്റെ വലിയൊരു ഭാഗം അമേരിക്കൻ ടെക് കമ്പനികളിലും US ട്രഷറി ബോണ്ടുകളിലും റിയൽ എസ്റ്റേറ്റിലുമാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൽ ചെറിയൊരു ഭാഗം പോലും ആസൂത്രിതമായിട്ട് പിൻവലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ആഗോള വിപണിയിൽ വലിയൊരു പണപ്രതിസന്ധി ഉണ്ടാക്കും. ലളിതമായിട്ട് പറഞ്ഞാൽ സിസ്റ്റത്തിൽ പെട്ടെന്ന് പണം കുറയുകയും അത് സാമ്പത്തിക സ്ഥിരതയെ ഉലയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: പെട്രോ ഡോളർ സംവിധാനം അപകടത്തിലാണോ എന്നുള്ളത്. അന്ത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അതിൻ്റെ തുടക്കത്തെക്കുറിച്ച് അറിയണം. നമുക്ക് 1971 പോകാം. ആ സമയത്ത് അമേരിക്ക വലിയ സമ്മർദ്ദത്തിലായിരുന്നു. വിയറ്റ്നാം യുദ്ധം വലിയ ചെലവുകൾ ഉണ്ടാക്കി. അമേരിക്കയുടെ സ്വർണ്ണ ശേഖരം വലിയ രീതിയിൽ കുറഞ്ഞു വന്നു. അതുവരെ ബ്രിട്ടൻ വുഡ്സ് എന്ന് പറയുന്ന സമ്പ്രദായം അനുസരിച്ച് ഡോളറിൻ്റെ മൂല്യം സ്വർണവുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 1971 പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഈ രീതി അവസാനിപ്പിച്ചു. അതോടെ ഡോളർ ഒരു ഫിയറ്റ് കറൻസി ആയിട്ട് മാറി. അതായത് സ്വർണത്തിൻ്റെ പിൻബലമില്ലാതെ കേവലം വിശ്വാസത്തിന്മേലും അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ കരുത്തിലും മാത്രം നിലനിൽക്കുന്ന ഒരു കറൻസി. അവിടെ ഒരു വലിയ പ്രശ്നം ഉദിക്കുകയാണ്. ഡോളറിന് സ്വർണത്തിൻ്റെ പിൻബലം ഇല്ലെങ്കിൽ ലോകം എന്തിന് ഡോളർ ആവശ്യപ്പെടണം? മറ്റു രാജ്യങ്ങൾ എന്തിനാണ് ഡോളർ ശേഖരിച്ച് വെക്കുന്നത്? ഇവിടെയാണ് ഹെൻറി കിസിഞ്ചറിനെ പോലെയുള്ളവരുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം നടക്കുന്നത്. 1974 അമേരിക്ക സൗദി അറേബ്യയുമായിട്ട് ഒരു ചരിത്രപരമായിട്ടുള്ള കരാറുണ്ടാക്കിയാണ്. അതിൻ്റെ അടിസ്ഥാനം വളരെ ലളിതമായിരുന്നു, എന്നാൽ അതിശക്തവും. അമേരിക്ക സൗദി അറേബ്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട സൈനിക സഹായവും ആയുധങ്ങളും ഞങ്ങൾ നൽകാം, നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾ ഉറപ്പാക്കാം. പകരം നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യണം. 1, നിങ്ങളുടെ എണ്ണ US ഡോളറിൽ മാത്രമേ വിൽക്കാവൂ. 2, എണ്ണ വിറ്റ് കിട്ടുന്ന ലാഭം, അതായത് ഈ പെട്രോ ഡോളറുകൾ തിരിച്ച് അമേരിക്കൻ ബോണ്ടുകളിലും ബാങ്കുകളിലും നിക്ഷേപിക്കണം. 3, പതുക്കെ ഈ മാതൃക മറ്റ് എണ്ണ കയറ്റുമതി രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. ഇതിനെയാണ് നമ്മൾ ഇന്ന് പെട്രോ ഡോളർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്കായ എണ്ണയെ US ഡോളറുമായിട്ട് ബന്ധിപ്പിച്ചു. ഏതൊരു രാജ്യത്തിനും എണ്ണ വാങ്ങണമെങ്കിൽ ആദ്യം ഡോളർ സമ്പാദിക്കേണ്ടി വന്നു. ഇത് ഡോളറിനും അമേരിക്കൻ കടപ്പത്രങ്ങൾക്കും ബോൺസിനും ലോകമെമ്പാടും ഒരു സ്ഥിരമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഈ ചക്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ലോകത്തിന് എണ്ണ വേണം, എണ്ണ വാങ്ങാൻ ലോകത്തിന് ഡോളർ വേണം. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കുകളും ഗവൺമെൻറ്റുകളും ഡോളർ കരുതി വെക്കുകയും അമേരിക്കൻ ബോണ്ടുകളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ നിരന്തരമായിട്ടുള്ള ആവശ്യം കാരണം അമേരിക്കയ്ക്ക് ലോകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ പലിശയ്ക്ക് പണം കടമെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ അമേരിക്കയുടെ ഈ പ്രത്യേക ആനുകൂല്യത്തെ എക്സോർബിറ്റന്റ് പ്രിവിലേജ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കയ്ക്ക് വലിയ തോതിൽ ബജറ്റ് കമ്മി ഉണ്ടാക്കാനും സൈന്യത്തിന് വേണ്ടി ട്രില്യൺ കണക്കിന് പണം ചെലവാക്കാനും കഴിയുന്നു. കാരണം ഡോളർ പ്രധാന റിസർവ് കറൻസി ആയതിനാലോ എണ്ണയുടെ വില ഡോളറിൽ നിശ്ചയിച്ചിരിക്കുന്നതിനാലോ ലോകം ഇപ്പോഴും അമേരിക്കൻ കടപ്പത്രങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
ഇനി നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് വരാം. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ട്രില്യൺ കണക്കിന് ഡോളറുകളെ കുറിച്ചാണ്. ഇതിൻ്റെ വലിയൊരു ഭാഗം അമേരിക്കൻ ഓഹരികളിലും ബോണ്ടുകളിലുമാണ് ഇരിക്കുന്നത്. ഇതിലൊരു 10% പോലും പിൻവലിക്കപ്പെടുകയോ മറ്റെങ്ങോട്ടെങ്കിലും മാറ്റപ്പെടുകയോ ചെയ്താൽ അത് ആഗോള വിപണിയിൽ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സാമ്പത്തിക മേഖലയിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഇവിടെയാണ് ഇറാൻ്റെ തന്ത്രം പ്രസക്തമാകുന്നത്. ഒരു പരമ്പരാഗത യുദ്ധത്തിൽ അമേരിക്കൻ നാവികസേനയോ വ്യോമസേനയോ പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് ഇറാന് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ അസിമെട്രിക് വാർഫെയർ ഉപയോഗിക്കുന്നത്. അമേരിക്കയെ നേരിട്ട് ആക്രമിക്കുന്നതിന് പകരം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്തെ, അതായത് ഗൾഫ് മേഖലയിലെ ഊർജ്ജ വിതരണ ശൃംഖലയെ ലക്ഷ്യം വെക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നീക്കങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എണ്ണ ശുദ്ധീകരണ ശാലകൾക്കും കയറ്റുമതി കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഗ്യാസ് പ്ലാന്റുകൾക്കും ഓയിൽ ടെർമിനലുകൾക്കും നേരെയുള്ള ഭീഷണികൾ. ലോകത്തിലെ എണ്ണയുടെയും ഗ്യാസിൻ്റെയും വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള ഇടങ്ങളിലെ സംഘർഷങ്ങൾ നോക്കിയാൽ മതി. ഈ മേഖലയിലെ എണ്ണക്കപ്പലുകൾക്കോ തുറമുഖങ്ങൾക്കോ നേരെ ഭീഷണി ഉണ്ടാകുമ്പോൾ ഗൾഫ് ഭരണാധികാരികളുടെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യമായിട്ടുള്ള അമേരിക്കക്ക് പോലും ഞങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങൾ സുരക്ഷയ്ക്ക് പകരം എണ്ണ എന്ന പഴയ കരാറ് തുടരുന്നത്? ഇത് 1970കളിലെ ആ ധാരണയുടെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന കാര്യം കൂടിയാണ്. ഗൾഫ് എണ്ണ ഡോളറിൽ വിൽക്കും, പകരം അമേരിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് സുരക്ഷ നൽകും. ആ സുരക്ഷാ ഉറപ്പ് ദുർബലമായാൽ ഡോളർ സിസ്റ്റത്തോട് വിശ്വസ്തത പുലർത്താനുള്ള താല്പര്യവും കുറയും. ഈ മാറ്റത്തിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ കാണാം. ചൈന പല ഗൾഫ് രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ ഇടപാടുകാരായിട്ട് മാറിയിരിക്കുന്നു. സൗദി അറേബ്യയും മറ്റും ചൈനയ്ക്ക് ഡോളറിന് പകരം യുവാൻ കറൻസി എണ്ണ വിൽക്കുന്ന കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈന തങ്ങളുടെ എണ്ണ വാങ്ങുന്നത് കൊണ്ട് അവരുടെ കപ്പലുകളെ സുരക്ഷിതമായിട്ട് കടത്തിവിടാൻ ഇറാനും ശ്രദ്ധിക്കുന്നുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ ഒരു ഭാഗം പോലും ഡോളറിൽ നിന്ന് മറ്റു കറൻസികളിലേക്ക് മാറുകയാണെങ്കിൽ അതൊരു വെറും ബിസിനസ് മാറ്റമല്ല, അതൊരു വലിയ രാഷ്ട്രീയ വേർപിരിയൽ കൂടിയാണ്. എണ്ണയും ഡോളറും തമ്മിലുള്ള ബന്ധം പതുക്കെ പതുക്കെ അറ്റുപോവുകയാണ്. ഇതിനെ നേരത്തെ നമ്മൾ പറഞ്ഞ പെട്രോ ഡോളർ റീസൈക്ലിംഗ് എന്ന ആശയവുമായിട്ട് ഒന്ന് ബന്ധിപ്പിച്ച് നോക്കുകയും എണ്ണ കയറ്റുമതി ചെയ്യുന്നവരെ തങ്ങളുടെ ഡോളർ ലാഭം അമേരിക്കൻ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് നിർത്തുകയോ കുറയ്ക്കുകയോ ചെയ്താൽ കടപ്പത്രങ്ങൾ വാങ്ങാനെ ആളുകളെ ആകർഷിക്കാൻ അമേരിക്കയ്ക്ക് പലിശ നിരക്ക് കൂട്ടേണ്ടി വരും. അതായത് കടമെടുക്കുന്നത് കൂടുതൽ ചെലവേറിയതായി മാറും. ഇതിനകം തന്നെ വലിയ കടബാധ്യതയുള്ള അമേരിക്കയ്ക്ക് ഇത് അവരുടെ ബജറ്റിനെയും സാമ്പത്തിക സ്ഥിരതയും ബാധിക്കുന്ന ഒരു പേടി സ്വപ്നമായിട്ട് മാറും. പല സാമ്രാജ്യങ്ങളും എല്ലായ്പ്പോഴും വലിയൊരു പൊട്ടിത്തെറിയോടല്ല തകരുന്നത്. പലപ്പോഴും അതൊരു നീണ്ട അസ്തമയം പോലെയാണ്. ഘട്ടം ഘട്ടമായിട്ട് അധികാരം കുറഞ്ഞു വരുന്ന ഒരു പ്രക്രിയയാണ്. ഡോളറിൻ്റെ ആഗോള സ്വാധീനം കുറയുന്നതും പകരമായിട്ട് മറ്റു വഴികൾ തെളിയുന്നതും അമേരിക്കൻ സാമ്പത്തിക ആധിപത്യത്തിൻ്റെ അസ്തമയത്തിൻ്റെ തുടക്കമാണെന്നാണ് ചില വിദഗ്ധരെല്ലാം കരുതുന്നത്. ഇത് നമ്മെ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെ എത്തിക്കുന്നത്. സ്വർണത്തിൻ്റെ പിൻബലമുള്ള ഒരു ഡിജിറ്റൽ കറൻസിക്ക് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ കേന്ദ്ര സ്ഥാനത്ത് നിന്ന് ഡോളറിനെ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പലരും നിർദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയോ മറ്റോ സ്വർണത്തിൻ്റെ മൂല്യമുള്ള ഒരു ഡിജിറ്റൽ കറൻസി കൊണ്ടുവന്നാൽ അതിന് ഡോളറിനേക്കാൾ വിശ്വാസ്യത ലഭിക്കുമെന്നാണ്. എന്നാൽ അമേരിക്കൻ സാമ്പത്തിക വിപണിയുടെ ആഴവും അവരുടെ സൈനിക ശക്തിയും കാരണം ഡോളറിനെ അത്ര പെട്ടെന്ന് മാറ്റാൻ കഴിയില്ലെന്ന് മറുഭാഗം വാദിക്കുന്നുണ്ട്. രണ്ടു വശത്തും ന്യായങ്ങളുണ്ട്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെ ഭയക്കുന്ന രാജ്യങ്ങൾക്ക് ഡോളറിനെ പകരമായിട്ട് മറ്റൊരു സിസ്റ്റം വേണം. എന്നാൽ പുതിയൊരു ആഗോള കറൻസി ഉണ്ടാക്കിയെടുക്കുക എന്നത് പതിറ്റാണ്ടുകൾ എടുക്കുന്ന പ്രക്രിയ കൂടിയാണ്. എന്തായാലും പെട്രോ ഡോളർ സിസ്റ്റം ദുർബലമായി കഴിഞ്ഞാൽ അതൊരു സാമ്പത്തിക വാർത്ത മാത്രമല്ല, അത് അമേരിക്കൻ ആധിപത്യത്തിൻ്റെ തകർച്ചയുടെ കഥ കൂടിയിട്ടായിരിക്കും.